ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദർശദീപ്തവും സത്യസന്ധവുമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പുരുഷരൂപമായ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, यहाँ उपस्थित कांग्रेस का सर्व भारत का जनरल सेक्रेटरी, साधारण संपादक, हिंदी में ऐसा बोलता है, सर्वादरणीय श्री उमेश चंद्र शर्मा जी, CPIM-ന്റെ കണ്ണൂരിലെ എന്നെപ്പോലെ തന്നെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി സഖാവ് KK രാഗേഷ്, ആദരണീയരായ സർവശ്രീ ഉഴമലക്കൽ വേണുഗോപാൽ, CR വത്സൻ, EPR വേശാല, അഡ്വക്കേറ്റ് TV വർഗീസ്, മാത്യൂസ് കോലഞ്ചേരി, ബാബു ഗോപിനാഥ്, I ഷിഹാബുദ്ദീൻ, M അനന്തൻ നമ്പ്യാർ, PP ജോർജ് കുട്ടി, അഡ്വക്കേറ്റ് KV മനോജ് കുമാർ, ശ്രീ സന്തോഷ് ലാൽ, ശ്രീ M ഉണ്ണികൃഷ്ണൻ, സന്തോഷ് കാല, റനീഷ് മാത്യു, KV ഗിരീഷ്, ശ്രീ DM രാജീവ്, ശ്രീ KK ജയപ്രകാശ്, അനശ്വരനായ ശ്രീ പാമ്പൻ മാധവന്റെ നാമധേയത്തിലുള്ള ഈ സമ്മേളന നഗരിയിൽ കോൺഗ്രസ് എസിന്റെ പുനഃസ്ഥാപന വാർഷികാഘോഷത്തിൽ സംബന്ധിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഗാന്ധിജി മുന്നോട്ട് വെച്ച മതേതരത്വത്തിൻ്റെയും സർവോദയം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. സർവരുടെയും ഉദയം ഒരർത്ഥത്തിൽ സമത്വമാണ്. അതിന്റെ വിശദാംശങ്ങളിൽ വരുമ്പോൾ നമുക്ക് പല സംവാദങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരും. പക്ഷേ മനുഷ്യനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് സമൂഹത്തിൽ പിളർപ്പുകളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാക്കാൻ വിഷലിപ്തമായ പ്രവർത്തനങ്ങൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവൻ കവർന്നെടുത്ത വർഗീയ ശക്തികൾ, അതിന്റെ പിന്മുറക്കാർ നമ്മുടെ രാഷ്ട്രത്തെ ഭിന്നിപ്പിക്കാൻ, മതാടിസ്ഥാനത്തിൽ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് കരുത്തു പകരുന്ന മഹാവെളിച്ചമാണ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ സർവമത സൗഹാർദ്ദമെന്ന ആശയം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം, അത് മറ്റൊരു കാര്യം. അപ്പൊ അങ്ങനെ മഹത്തായ ഒരു ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എസിന്റെ പുനഃസ്ഥാപന സമ്മേളനം ഇവിടെ നടക്കുന്നത്. കോൺഗ്രസ് എസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് സെക്കുലർ എന്ന അർത്ഥത്തിലാണ്. അതിൽ എസിന് സർവരുടെയും ഉദയം എന്ന അർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വിപുലീകരണവും നമുക്ക് നൽകാം. ഇത് രണ്ടും നമ്മളെല്ലാം പങ്കുവെക്കുന്ന ആശയം. നമുക്കിടയിൽ സാധ്യമായിടത്തോളം സമത്വം സ്ഥാപിക്കണം. നമുക്കെല്ലാവർക്കും മതപരമായ വിഭജനങ്ങളെ മറികടന്നുകൊണ്ട് ജനതയ്ക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. മതം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അഭിപ്രായം എന്നർത്ഥമുണ്ട്, കാഴ്ചപ്പാട് എന്നർത്ഥമാണ്. ഒരു സങ്കോചവും കൂടാതെ ഞാൻ പറയാം, വ്യത്യസ്ത മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാനുഷികമായ നല്ല ആശയങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട്. സ്നേഹം, കാരുണ്യം, സാഹോദര്യം, അത്തരം ആശയങ്ങൾ എല്ലാ മതങ്ങളിൽ നിന്നും സ്വീകരിച്ച്
ഓരോ മതത്തിലുമുള്ള നല്ല ആശയങ്ങളോട് ഐക്യപ്പെടുന്നവരാണ് നമ്മളെല്ലാം. എന്നാൽ വ്യക്തിപരമായി എൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും നല്ല മൂല്യങ്ങളുമായി ഐക്യപ്പെടാൻ ശ്രമിക്കുന്നതോടൊപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം ആചാരങ്ങൾ പിന്തുടരുന്നയാളുമല്ല. അത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി സ്വയം താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ കൂടെ ചേർന്ന് പറയുന്ന കാര്യം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. മറ്റു പലരും അത് മറന്നു കളയുന്നുണ്ട്. എന്താ? ഞാനൊരു ഇസ്ലാം വിശ്വാസിയാണ്, ഞാൻ ക്രിസ്തുമത വിശ്വാസിയുമാണ്, എനിക്ക് രാമൻ എന്ന് പറഞ്ഞാൽ റഹിം കൂടിയാണ് എന്ന് മഹാത്മജി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ വകവരുത്തി കളഞ്ഞത്. അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം ആ ആശയത്തിന്റെ, മഹാത്മജിയുടെ ആശയത്തിന്റെ ഒരു വികസിത രൂപം പണ്ഡിറ്റ് നെഹ്റുവിലുണ്ടായിരുന്നു. പണ്ഡിറ്റ് നെഹ്റു എന്ന് പറഞ്ഞു, നെഹ്റു ഓഫ്സെറ്റിൽ എഴുതി വെച്ചു, വെറുതെ പറയുകയല്ല, വാക്കാൽ പറയുകയല്ല, എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മതശരീരം ഏതെങ്കിലും മതാചാരപ്രകാരമല്ല സംസ്കരിക്കേണ്ടത്. നെഹ്റുവിന്റെ ഔസ്യത്ത് യഥാർത്ഥത്തിൽ 2006 കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ഘട്ടത്തിൽ നെഹ്റുവിന്റെ ഈ ഔസ്യത്ത് ഒരു പാഠത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ട്? അപ്പൊ അതിനെതിരായിട്ടും നെഹ്റുവിന്റെ രാഷ്ട്രീയ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവർ അവർ അന്ന് ബഹളം ഉണ്ടാക്കിയതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ മതത്തോടുള്ള നമ്മുടെ സമീപനം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രസക്തമാണ്. ഈ നാട് ജന്മം നൽകിയ മനുഷ്യകുലത്തിന്റെ സ്വത്തായ ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹം പറഞ്ഞത് 100 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ പെടുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വിളംബരമുണ്ട്, അച്ചടിച്ച് അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ്. ഞാൻ ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ പെടുന്നില്ല. അങ്ങനെ പറയാൻ ഇന്നത്തെ സമൂഹത്തിൽ എത്തവർക്ക് ചങ്കൂറ്റമുണ്ടാവും, ധൈര്യമുണ്ടാവും എന്ന് ഞാൻ ചോദിക്കുകയാണ്. മക്കളുടെ കല്യാണമെല്ലാം വരുമ്പോൾ ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ മാട്രിമോണിയൽ ഉണ്ട് അല്ലേ? ഓരോ മതത്തിനും ജാതിക്കും മാട്രിമോണിയൽ ഉണ്ട് നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും വാഗ്ഭടാനന്ദന്റെയും ചട്ടമ്പി സ്വാമികളുടെയും കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് സെക്കുലറിസം, കോൺഗ്രസ് സെക്കുലർ എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പദ്ധതി കേരളത്തിനും ഇന്ത്യക്കും വളരെ വളരെ പ്രസക്തമായ ഒരു ആശയമാണ് എന്നത് തുടക്കത്തിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഭാഗമാണ് കോൺഗ്രസ് എസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പുള്ള, കാഴ്ചപ്പാടിൽ ദൃഢതയുള്ള, അതുകൊണ്ടാണല്ലോ ഉറപ്പാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കുറുകിയ മുദ്രാവാക്യം കേരളത്തിലാകെ പ്രതിധ്വനിച്ചത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറപ്പ് എത്രമാത്രമാണോ, ആ LDFന്റെ ഉറപ്പ് ഏറ്റവും ഭംഗിയായി പ്രതിഫലിച്ചിട്ടുള്ള അതിലെ ഘടക രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എസ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, പാർട്ടിയുടെ ഈ പുതിയ ചുമതല വന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. അതിനുശേഷം ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള പല നേതാക്കന്മാരെയും കണ്ട് സംസാരിക്കുക എന്നുള്ളത് CPIMന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലെ ഒരു ദൗത്യമായി ഡൽഹിയിലും ബീഹാറിലും തമിഴ്നാട്ടിലും പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം വിശദീകരിക്കാൻ വേണ്ടി ത്രിപുരയിലും ബംഗാളിലും അങ്ങനെ പല സ്ഥലത്തും, ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ, ഏപ്രിൽ ആദ്യമാണ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് സഞ്ചരിച്ചിട്ടുണ്ട്.
CPIM-ന്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ വേദിയിൽ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, CPIM-ൻ്റെതല്ലാതെ ഞാൻ ആദ്യമായി പങ്കെടുക്കുന്ന പരിപാടി കോൺഗ്രസിന്റെ സമരം. അത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമായി. സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതിൽ ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം 1978 കോൺഗ്രസ് എസ്സായിത്തീർന്ന കോൺഗ്രസിലെ ജനാധിപത്യ മതേതര മതനിരപേക്ഷ പുരോഗമന മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവർ, അതിന് പല പരിണാമങ്ങളും ഉണ്ടായി, അതെല്ലാം നിങ്ങൾക്കറിയാം. ഒരു ഘട്ടത്തിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി അത് ലയിച്ചു. എന്നാൽ കോൺഗ്രസ് എസ് മുറുകെ പിടിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്ത ചില വ്യതിചലനങ്ങൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. മേഘാലയയിൽ BJP-യുമായി സഹകരിക്കുന്ന സ്ഥിതിയുണ്ടായി. മറ്റു പല സ്റ്റേറ്റിലും മുന്നണികൾ വേണ്ടിവരും. പക്ഷേ മതനിരപേക്ഷ മൂല്യങ്ങൾ പിന്തുടരാൻ പ്രതിജ്ഞാബദ്ധമായ പാർട്ടി അധികാരത്തിന് വേണ്ടി BJP-യുമായി ഒരു സംസ്ഥാനത്ത്, വടക്കിഴക്കൻ സംസ്ഥാനത്ത് സഹകരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലുള്ളവർ, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങൾ, ആ വ്യതിയാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥ മതനിരപേക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ കാസൂക്ഷിക്കാൻ വേണ്ടി ഉറച്ച നിലപാടെടുത്തു. അതിനുശേഷം 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുദൃഢമായ, സുവ്യക്തമായ, നാടിന്റെ ജനങ്ങളുടെ ധമനികളിലൂടെ പ്രസരിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ സമത്വ സമൂഹ നിർമ്മിതി സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ, അതിനൊപ്പം ഉറച്ചു നിന്ന് കോൺഗ്രസും അതിന്റെ നേതൃത്വത്തിൽപ്പെട്ടവർ, ഇവിടെയുള്ള അതിന്റെ ജനറൽ സെക്രട്ടറി ആദരണീയനായ ശ്രീ ഉമേഷ്, ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഓരോരുത്തരുടെയും പേരുകൾ ഇവിടെ പ്രസക്തമല്ല. അവർ പ്രതീകങ്ങളാണ്, രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാടിന്റെ പ്രതീകങ്ങളാണ് എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ്. ദീർഘമായി സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇവിടെയില്ല. നിങ്ങൾക്ക് ഈ സമ്മേളനത്തിൻ്റെതായ മറ്റ് ചുമതലകൾ നിർവഹിക്കാനുണ്ട്. എന്നാൽ ഞാനിങ്ങനെ എൻ്റെ സുഹൃത്ത് ശ്രീ കടന്നപ്പള്ളിയെ കുറിച്ച്, കോൺഗ്രസ് എസിന്റെ മൂല്യങ്ങളും ശ്രീ കടന്നപ്പള്ളിയുടെ ജീവിതവും തമ്മിലുള്ള ഒരു ഉൾച്ചേരലുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തെങ്കിലും സ്ഥാനമോ പദവിയോ അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല, അത് നമുക്കൊക്കെ അറിയാം. പക്ഷെ ജീവിതത്തിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു, 25-ാമത്തെ വയസ്സ്. അന്ന് മുതൽ ഇങ്ങോട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം എന്തെങ്കിലും ജനങ്ങളോടോ പാർട്ടിയോടോ ചോദിച്ചിട്ടല്ല, ജനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ഇതിപ്പം മെയ് മാസം അവസാനിക്കാൻ പോവുകയാണ്, ജൂണും അവസാനിക്കും, ഒരു മാസം കൂടെ കഴിയുമ്പോൾ, ഒരു മാസം ഏതാനും ദിവസം കഴിയുമ്പോൾ, അപ്പൊ ജൂലൈ വരും. എന്താ ജൂലൈയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശ്രീ കടന്നപ്പള്ളിയുടെ 81 വയസ്സ് തികയുന്ന ഒരു സംഭവമാണ് ഈ വരുന്ന ജൂലൈയിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് മുൻകൂട്ടി ജൂലൈ മാസത്തെ ജന്മദിനാഘോഷങ്ങളുടെ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇവിടെ മുറിച്ച ഈ കേക്ക് ആ ജന്മദിനത്തിന് വേണ്ടി കൂടിയുള്ള കേക്ക്, ഭാവികാല പ്രാബല്യത്തിൽ മുറിച്ച കേക്കാണ്. മുൻകാല പ്രാബല്യം പറയും, ഇത് ഭാവികാല വിത്ത് പ്രോസ്പെക്റ്റീവ് ഇമ്പാക്ട് മുറിച്ച ഒരു കേക്കായിട്ട് ഇതിനെ നമ്മൾ കാണുക. വളരെ ചുരുക്കി നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്ന സങ്കീർണങ്ങളായ രാഷ്ട്രീയ സ്ഥിതിയെ കുറിച്ച്
ഇവിടെ ചില പരാമർശങ്ങൾ നടന്നു കഴിഞ്ഞു. അതിർത്തിയിൽ മരിച്ചവരെ കുറിച്ച് നമുക്ക് അഭിമാനമുള്ള നമ്മുടെ സേനാംഗങ്ങൾ ഗവൺമെന്റേതുമാകട്ടെ, പക്ഷെ സൈനികർ രാജ്യത്തിന്റെ സൈനികരാണ്. ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിനടുത്ത് അവിടെ നിന്ന് 7 കിലോമീറ്റർ ദൂരെയുള്ള ബസാരൻ എന്ന് പറയുന്ന സ്ഥലത്താണ് 26 മനുഷ്യരെ നിഷ്കരണം കൊലപ്പെടുത്തി. ഒരു പിടി ഭീകരർ രാജ്യമൊറ്റക്കെട്ടായി ഭീകരതയെ അപലപിച്ചു. പക്ഷേ അവിടെ നിന്ന് 100 കിലോമീറ്റർ ദൂരമുണ്ട് അതിർത്തിക്ക്. എങ്ങനെ വന്നു ഈ ഭീകരർ സ്വച്ഛമായി അവിടെ? ആ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിലെല്ലാം വായിച്ചില്ലേ? എങ്ങനെയാണ് സാധാരണ ഭീകരർ കടന്നു വന്നാൽ? ചാവേറുകൾ അല്ലെങ്കിൽ ചാവേറുകൾ സ്വയം ഭരിക്കാൻ തയ്യാറായി വരുന്നവരാണ്. ഇവര് സ്വയം ഭരിക്കാൻ തയ്യാറായി വന്ന ഭീകരരല്ല. അപ്പോൾ ഇൻഡിസ്ക്രിമിനേറ്റ് കില്ലിംഗ് നടത്തും. ആരെന്ന് നോക്കാതെ കുറെ പേരെ വെടിവെച്ചു കൊല്ലും. കാരണം അവർക്ക് ഞങ്ങളുടെ ഭീകര പ്രവർത്തനത്തിലൂടെ കുറെ അധികം ആളുകൾ ഇവിടെ മരിച്ചു വീണു എന്ന് കണക്കുണ്ടാക്കിയാൽ മതി. ഇവരെങ്ങനെയാ ചെയ്തത്? ഇവർ നമ്മുടെ സമൂഹത്തിൽ വർഗീയമായ പിളർപ്പുണ്ടാക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്ന് അതനുസരിച്ച് ആളുകളെ കൂട്ടി നിർത്തി സാവകാശം ഓരോരുത്തരോടും ചോദിക്കുകയാണ്, എന്താണ് മതം? അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഓരോരുത്തരെ കൊന്നുവീഴ്ത്തുകയാണ്. ഈ ചങ്കൂറ്റം സാവകാശം മാത്രം ഈ കൊലപാതകമെല്ലാം നടത്തിയിട്ട് നമുക്ക് സുരക്ഷിതമായി മടങ്ങിപ്പോകാം എന്നുള്ള ഈ ധൈര്യം, ഈ സാവകാശം അവർക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മൾ ചോദിക്കണ്ടേ? ഇപ്പൊ ചോദിക്കണ്ടേ? അപ്പൊ സീസ് ഫയർ എല്ലാമായി. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമായി. ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം ഇന്ത്യക്കാരാണ്. ഒരു നേപ്പാളി ഒഴികെ ബാക്കി എല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരല്ലാത്തവരെ കൊന്നാൽ നമുക്ക് പ്രശ്നമില്ലെന്നല്ല. ഒരു മനുഷ്യന്റെയും രക്തം ചൊരിയുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. പിറക്കുന്ന ഓരോ കുഞ്ഞിനും ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. ലോകത്തിന്റെ എവിടെയും, ഇന്ത്യയിലും ജമ്മു കാശ്മീരിലും. അപ്പോ സാവകാശം ഈ കൊലപാതക കർമ്മമെല്ലാം നിർവഹിച്ച് 26 പേരെ വെടിവെച്ച് കൊന്നിട്ടിട്ട് ഇവർ രക്ഷപ്പെട്ടു. എന്താ ഇതിൽ നിന്ന് ഉയരുന്ന ചോദ്യം? 3 ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്, അതിർത്തിയിൽ നിന്നും ഇത്രയും ഉള്ളിലേക്ക് യാതൊരു പ്രശ്നവും പ്രയാസവും കൂടാതെ ഈ ഭീകരർക്ക് എങ്ങനെ കടന്നു വരാൻ കഴിഞ്ഞു? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സമയമെടുത്ത് ആളുകളുടെ മതമെല്ലാം അന്വേഷിച്ച് ഉറപ്പുവരുത്തി സാവകാശത്തിൽ ഈ കൊലപാതകം, കൂട്ടക്കൊലപാതകം, നിഷ്കരണം നിർവഹിച്ചിട്ട് സുരക്ഷിതരായി ഇവർക്ക് ഇന്ത്യ വിട്ടു പോകാൻ എങ്ങനെ കഴിഞ്ഞു? 1-2 ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നത് സുരക്ഷാ വീഴ്ചയാണ്. ഇവർ കടന്നു വരാൻ 100 കിലോമീറ്ററോളം ദൂരം ഇവർ കടന്നു വരുന്നത് ഒരിടത്ത് വെച്ചും തടയാൻ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സുരക്ഷാ സംവിധാനത്തെ വേണ്ട പോലെ വിന്യസിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചോ എന്നുള്ള ചോദ്യമാണ്. സുരക്ഷാ സൈനികർക്ക് സ്വയം ചെയ്യാനുള്ളതല്ല. ജമ്മു കാശ്മീർ ഒമർ അബ്ദുള്ളയുടെ ഭരണത്തിന് കീഴിലല്ലേ എന്ന് ചിന്തിക്കും. ജമ്മു കാശ്മീർ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഇപ്പോഴും യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് അവിടുത്തെ പോലീസിന്റെ നിയന്ത്രണവും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കയ്യിലാണ്. ഡൽഹിയെ പോലെ. അപ്പൊ അവിടുത്തെ പട്ടാളം, അതിർത്തി രക്ഷാസേന, അർദ്ധസൈനികർ, ജമ്മു കാശ്മീരിലെ ക്രമസമാധാനം നോക്കാൻ ചുമതലപ്പെട്ട പോലീസ്, ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ്. അത് യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട്.
അപ്പോൾ ഇവർക്ക് സ്വച്ഛമായി എങ്ങനെ കടന്നു വരാൻ കഴിയും? ഈ കർമ്മം ഭീകരകൃത്യം നിർവഹിച്ചിട്ട് അവർക്ക് സ്വച്ഛമായി എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞു? ഇതിൽ രണ്ടിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ നഗ്നമായ പരാജയം, അപമാനകരമായ പരാജയമാണ് കാണുന്നത്. ഇപ്പൊ രണ്ട് ചോദ്യമേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യം, ഇവരെ പിന്തുടർന്ന് പോയി പിടികൂടാൻ കഴിഞ്ഞോ? ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം പല അവകാശവാദങ്ങളും നടത്തുന്നുണ്ട്. ആ അവകാശവാദങ്ങളെ കുറിച്ച് തർക്കിക്കാൻ നമ്മൾ ആരും പോയില്ല. കാര്യം രാജ്യം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ഇവിടെ വന്ന് ഈ നിഷ്ഠൂരമായ ഘോരകൃത്യം ചെയ്ത ആ ഘാതകന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടാക്കാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ വഴി കഴിഞ്ഞു എന്ന് വ്യക്തമായി ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു അവകാശവാദം തന്നെ നരേന്ദ്രമോദിയോ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗോ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. പ്രശ്നത്തിന്റെ ഗൗരവം ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമെന്നുള്ള നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. 2 തവണ സർവകക്ഷി യോഗങ്ങൾ നടന്നു. ആ 2 സർവകക്ഷി യോഗം നടക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അവിടെ സുരക്ഷാ വീഴ്ച മാത്രമല്ല, ഈ വിഷയത്തിന്റെ ഗൗരവം അംഗീകരിച്ചുകൊണ്ട് സർവകക്ഷി യോഗം 2 ഘട്ടത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാത്ത പ്രധാനമന്ത്രി ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടതാണോ? വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ആദ്യത്തെ സർവകക്ഷി യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരുന്ന നരേന്ദ്രമോദി എവിടെയായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. എവിടെയായിരുന്നു? ബീഹാറിലേക്ക്. ബീഹാറിൽ വരാൻ പോകുന്ന ഒക്ടോബർ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പാണ് ഇദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർവകക്ഷി യോഗം അവിടെ കിടക്കട്ടെ, അത് വേറെ ആരെങ്കിലും നോക്കട്ടെ. ഞാൻ അവിടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ അവിടെയാണ് പോവുക. കോൺഗ്രസ് എസും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു ഈ വളരെ ഗൗരവമുള്ള വിഷയത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണം. ഏറ്റവും ജനാധിപത്യപരമായ ആവശ്യമല്ലേ ഇത്? മിണ്ടിയിട്ടില്ല, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അതിന്റെ യോഗം വിളിച്ചു ചേർത്തു. അതിന്റെ യോഗം കഴിഞ്ഞപ്പോൾ BJP ആ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന BJP മുഖ്യമന്ത്രിമാരുടെ ഒരു പ്രത്യേക യോഗം. BJP മുഖ്യമന്ത്രിമാർ മാത്രമല്ലല്ലോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ട് ശരിയാണ്. പിന്നെയോ BJPയുടെ കൂട്ടുകക്ഷികളായ NDA മുഖ്യമന്ത്രിമാരും ചേർന്നിട്ട് ഒരു പ്രത്യേക യോഗം നടത്തി. എന്താണ്? BJP മുഖ്യമന്ത്രിമാരില്ലാത്ത, BJPയുടെ കൂടെയുള്ള NDAയിലെ ഘടക മുഖ്യമന്ത്രിമാരില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം ഇന്ത്യക്ക് പുറത്താണോ? വേറെ ഏതെങ്കിലും രാജ്യത്തിലാണോ? വളരെ നിരുത്തരവാദപരമായാണ് ഇവർ പെരുമാറുന്നത്. അവർ നിരുത്തരവാദപരമായി പെരുമാറുന്നതിനകത്ത് നമുക്ക് അതിശയമില്ല. കാരണം ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJP നിരുത്തരവാദപരമായി മാത്രമേ പെരുമാറുകയുള്ളൂ. സാധാരണഗതിയിൽ അപൂർവം ചില സമയത്ത് അവർ നിരുത്തരവാദപരമല്ലാതെ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അവർ ഏത് കാര്യം ചെയ്താലും അതിനകത്തൊരു വർഗീയ ഉള്ളടക്കം ഉണ്ടാവും, ജനതയെ ഭിന്നിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടാവും. പ്രധാനമന്ത്രി യോഗം വിളിക്കുമ്പോൾ തന്റെ പാർട്ടിയിലെ മുഖ്യമന്ത്രിമാരെയും തന്റെ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിമാരെയും പ്രത്യേകം വിളിച്ചു ചേർക്കുക, മറ്റു മുഖ്യമന്ത്രിമാരെ വിവേചനപൂർവ്വം അകറ്റി നിർത്തുക എന്നത്
ഒരു മനുവാദ സമീപനമാണ്, മനുസ്മൃതിയുടെ സമീപനമാണ്. ഞങ്ങൾ സവർണർ, ഞങ്ങൾ പ്രമാണിമാർ, ഞങ്ങൾ ഭരിക്കാൻ അവകാശപ്പെട്ടവർ. കുറെ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയിട്ട് വേറെ ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കേരളത്തിൽ പിണറായി വിജയനെ തെരഞ്ഞെടുത്തു, LDF തെരഞ്ഞെടുത്തു, LDF പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തമിഴ്നാട്ടിൽ DMK മുന്നണി, അതിന്റെ മുഖ്യമന്ത്രി. അങ്ങനെയുള്ള ഞങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കാത്ത സംസ്ഥാനങ്ങളെയോ മുഖ്യമന്ത്രിമാരെയോ ഒന്നും ഞങ്ങൾ അംഗീകരിക്കയില്ല എന്ന ധിക്കാരം, ജനാധിപത്യ വിരുദ്ധമായ സമീപനം, അയൽരാജ്യവുമായി സംഘർഷത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ പോലും BJPയും NDAയും പിന്തുടരുന്നു. ഈ രാജ്യത്തിന്റെ ഐക്യമല്ല, ജനാധിപത്യത്തിന്റെ വിജയമല്ല ഇവരുടെ മനസ്സിലുള്ളത് എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ശ്രീ കടന്നപ്പള്ളി അടക്കം വളരെ പ്രഗത്ഭമായി മന്ത്രി എന്നുള്ള നിലയിൽ തന്റെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കരുത്തനായ മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ ചരിത്രം എഴുതുകയാണ്. തുടർഭരണം സമീപകാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആ തുടർഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ സമ്മേളനം നടക്കുന്ന കണ്ണൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന പിണറായി വിജയന് തന്നെ ആ തുടർഭരണത്തിന് നേതാവായിരിക്കാൻ കഴിയുന്നു. പക്ഷെ ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് പലതവണ പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കാൻ പോകുന്നില്ല. ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടിയാണ്. ആ പുതിയ കേരളത്തിന്റെ സൃഷ്ടിയാകട്ടെ ശബ്ദമുണ്ട്, വെളിച്ചവുമുണ്ട്. നിങ്ങളെല്ലാം വെളിച്ചമാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് വേറെ വിളക്കിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നവകേരള സൃഷ്ടിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് 1957 EMS ഗവൺമെന്റ് തുടങ്ങി വെച്ചതാണ്. വിദ്യാഭ്യാസ പരിഷ്കാരം, ഭൂപരിഷ്കരണം, അടിമകളായി അടിച്ചമർത്തപ്പെട്ട പാവങ്ങൾക്ക് ചവിട്ടി നിൽക്കാൻ സ്വന്തമായി ഒരു പിടി മണ്ണ് കൊടുത്ത 57 EMS ഗവൺമെന്റിന്റെ ഇടപെടൽ, അതിന്റെ തുടർച്ചയായി ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും അതിന് ഇതുപോലെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷം 2 EMS ഗവൺമെന്റുകൾക്ക് ശേഷം വന്ന 3 EK നായനാർ ഗവൺമെന്റുകൾ അതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു VS ഗവൺമെന്റ് അതിന് സംഭാവന നൽകിയിട്ടുണ്ട്. ആ നേട്ടങ്ങളുടെ എല്ലാം ഔന്നത്യത്തിന്റെ മുകളിൽ വളർച്ചയുടെയും വികാസത്തിന്റെയും പുതിയ പടവുകൾ കെട്ടിപ്പൊക്കി ഇന്ത്യക്ക് മാതൃകയായ ഒരു പുതിയ കേരളം, നവകേരളം, അതിന്റെ നിർമ്മിതിയിലാണ് കേരളത്തിൽ LDF ഗവൺമെന്റ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതോ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി കേരളത്തെ ഞെരിച്ചമർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമ പരിപാടികളും പദ്ധതികളും നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക്, തങ്ങളെ BJP അനുകൂലിക്കാത്ത സംസ്ഥാന ഗവൺമെന്റുകളെയൊക്കെ വേട്ടയാടുന്നുണ്ട് കേന്ദ്രം. പക്ഷെ കേരളത്തിൽ LDF ഗവൺമെന്റിനെ പ്രത്യേകം ഞെരിക്കുന്നുണ്ട്, കള്ളക്കേസുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്കറിയാം. അപ്പൊ ഈ പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സാഹസികമായി, വിസ്മയകരമായി, സമാനതകളില്ലാത്ത മുന്നേറ്റം ജനക്ഷേമത്തിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ, പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം കൈവരിക്കാൻ കഴിയണം. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആദ്യം, ഇനിയിപ്പം കൃത്യം 1 വർഷമാകുമ്പോഴത്തേക്ക് പുതിയ ഗവൺമെന്റ് നിലവിൽ വരേണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും. മെയ് മാസമാകുമ്പോൾ അല്ലേ?
പിണറായിയുടെ ജന്മദിനത്തിന്റെ അടുത്ത ദിവസമായിരുന്നു കഴിഞ്ഞ തവണത്തെ LDF ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പൊ നമ്മുടെ ജോലി വളരെ ഭാരിച്ചതാണ്. കോൺഗ്രസ് എസ് പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ തലങ്ങളിലെ പ്രവർത്തകർക്കൊപ്പം ഏറ്റവും മാതൃകാപരമായി സമർപ്പിത മനസ്സോടുകൂടി തുടർഭരണത്തിന് ഒരു തുറുഭരണം നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഈ കോൺഗ്രസ് പുനഃസ്ഥാപന ദിനത്തിൽ നിങ്ങൾ ഇവിടെ ഒത്തുചേർന്ന് നടത്തുന്ന ചർച്ചകളും തീരുമാനങ്ങളും ഈ ദിശയിൽ പ്രവർത്തിക്കുമെന്നും ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെടുത്താനും വികസിപ്പിക്കാനും കോൺഗ്രസിന്റെ വളരെ അർത്ഥദീപ്തമായ സംഭാവനകൾ തുടർന്നുള്ള നാളുകളിൽ ഉണ്ടാവുമെന്നും അതിന് നിങ്ങൾക്കെല്ലാം കരുത്തുണ്ടാകട്ടെ. അതിന് നേതൃത്വം നൽകാൻ യുവാവിന്റെ ചുറുചുറുക്കോടും ആദർശദീപ്തമായ സത്യസന്ധമായ തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിന്റെ കരുത്തോടും ഊർജത്തോടും കൂടി നമുക്കൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും കോൺഗ്രസിനും ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംഘാടകർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസ് പുനഃസ്ഥാപന വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഈ പരിപാടിയിൽ അടിച്ചിട്ടുള്ളത്. പക്ഷെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് പകരം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ പുറപ്പെടുവിക്കുന്നു.